ഹലോ, നമുക്കിന്നൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ? ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് മുട്ടക്കറിയാണ്. അപ്പോൾ മിക്ക വീടുകളിലും അമ്മമാർ ഈ ചിക്കനും ഫിഷും ബീഫൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഒപ്പിക്കുന്ന ഒരു കറിയായിട്ടാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സവാള, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, പിന്നെ ആവശ്യത്തിന് എണ്ണയും, നമുക്ക് മെയിൻ താരം മുട്ടയും, പിന്നെ മസാല ബോക്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ചട്ടി എടുത്ത് ചൂടായി ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും എല്ലാം കൂടി നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ ഇട്ട് ആവശ്യത്തിന് എരിവ് എന്തോരം വേണം അതനുസരിച്ച് നമുക്ക് പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ്. അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും എന്ന് പറയും. അപ്പോൾ ഞാൻ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നല്ല പഴുത്ത തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി തക്കാളി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് ചൊറക്കിടാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നപ്പോഴേക്കും നമുക്ക് പൊടികളിടാം. മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും. ഈ മുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ ഞാൻ പിന്നെ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല കളറും ഉണ്ടാവും, അതുപോലെ തന്നെ അത്ര എരിവും ഉണ്ടാവില്ല. ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് എണ്ണയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി ആ പച്ചമണമൊക്കെ മാറി ആ പൊടികളൊക്കെ ഒന്ന് എണ്ണയിലിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടത് ഇളക്കി ഒന്ന് തിളക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മുട്ട പൊട്ടിച്ചിടണം. നമ്മൾ ഈ മുട്ട തിളപ്പിക്കുമ്പോൾ നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ട് മുട്ട പൊട്ടിക്കുമ്പോൾ അതിങ്ങനെ പൊട്ടി പോകും. പക്ഷേ ഞാനിന്ന് കറി ഉണ്ടാക്കിയപ്പോഴേക്കും കുറച്ച് ഫ്ലെയിം കൂടുതൽ വെച്ചപ്പോഴേക്കും ആ മുട്ട ഇങ്ങനെ പൊട്ടി പോണ പോലെ ഇരിക്കും, അല്ലെങ്കിൽ നന്നായിട്ട് വരും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു ഞാൻ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചട്ടി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചു. ഒരു 5-8 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും വേണ്ടി വരില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഓരോ മുട്ടകളും മറിച്ചൊന്നും ഇടാം. 2 സൈഡും ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം കൂടിയതുകൊണ്ടായിരിക്കാം ഇപ്രാവശ്യം ഇങ്ങനെ പൊട്ടിപ്പോയത്. അല്ലെങ്കിൽ നല്ല ഇതായിട്ട് ഓരോരോ മുട്ടകളും നന്നായിട്ട് വരും. അപ്പോൾ നല്ല എരിവും പുളിയും ഒക്കെ തക്കാളിയൊക്കെ ഇട്ടുകൊണ്ട് നല്ല പുളി ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് ഈ കറി. എനിക്ക് പണ്ട് തൊട്ടേ വീട്ടിൽ ചോറൊക്കെ കിട്ടുമ്പോൾ ഈ കറി എപ്പോഴും വയ്ക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറീൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.